ഹായ്, എൻ്റെ സ്കിൻ ടോണ് നല്ല കറുപ്പാണ്. അറിയാലോ, നിങ്ങൾ ഈ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം എൻ്റെ സ്കിൻ ടോൺ ശരിക്കും നല്ല കറുപ്പാണ്. അഥവാ കുറച്ച് പേർക്ക് അത് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ, നല്ല ബ്ലാക്ക് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ, അത് ഒരുപക്ഷെ ഞാൻ ഈ ക്യാമറയിൽ ഓട്ടോ മോഡിലിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നതൊക്കെ ആയിരിക്കാം. അത്യാവശ്യം നല്ല കറുപ്പാണ്. ഇത് വെച്ചിട്ട് കുറേ പേരെന്നെ പല കാലങ്ങളിലായിട്ട് പല രീതിയിൽ എന്താ പറയുക കളിയാക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ നല്ല കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഭയങ്കരമായ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഒരു ഡ്രസ്സും നമുക്ക് ചേരൂല ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് തോന്നുന്നതാണ് കേട്ടോ, ചേരാത്തോണ്ടൊന്നല്ല, നമുക്ക് തോന്നില്ല. ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഇഷ്ടാവില്ല, ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവില്ല. പിന്നെന്താ പറയുക, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്ന യൂണിഫോം അതെനിക്ക് ഒട്ടും ശരിയാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂണിഫോം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ നിർബന്ധമായിട്ടും ഇട്ടെന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ചില ഘട്ടങ്ങളിൽ പഠിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ക്ലാസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പർട്ടിക്കുലർ ഫ്രണ്ടിന് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഒന്ന് രണ്ട് പേരൊക്കെ ഭയങ്കര മോശമായിട്ട് പബ്ലിക്കായിട്ടൊക്കെ പലപ്പോഴും നിറത്തിന് വെച്ചിട്ട് കളിയാക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും എൻ്റെ നാട്ടിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ചില ആൾക്കാർ പോലും എന്നെ ഈ നിറത്തിന്റെ കാര്യം വെച്ചിട്ട് പറയാറുണ്ട് പബ്ലിക്കായിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ നിറവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ടോ. ഒരു ഘട്ടത്തിൽ പിന്നെ ഇതിലൊരു തേങ്ങയില്ല എന്ന് മനസ്സിലായ സമയം മുതൽ പിന്നെ ഞാൻ ഓക്കെ ആയി. എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ലൈഫിൽ വലിയൊരു മാറ്റം വന്നിട്ട് ഒരു ഘട്ടത്തിൽ ഞാൻ ഈ സംഗതിയൊക്കെ ഒന്ന് മാറ്റി വെച്ചപ്പോൾ, ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാന്ന് റിയലൈസ് ചെയ്ത സമയത്ത് ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ്, എന്നാണ് നമ്മൾ മറ്റുള്ളവനെ അവനവൻ്റെ ജീവിതം അവന് ജീവിക്കാൻ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാൻ നമ്മൾ എപ്പോഴാണ് തയ്യാറാവുക? ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് ഫിലിപ്പൈൻസിലാണ് കേട്ടോ. നിങ്ങൾ ലക്ഷദ്വീപിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് ഒറ്റയടിക്ക് ഞാൻ ഫിലിപ്പൈൻസിൽ എത്തിയെന്ന് വിചാരിക്കേണ്ട. ലക്ഷദ്വീപിൽ ആക്ച്വലി നമ്മൾ പെരുന്നാൾ ദിവസം വരെ വീഡിയോ ചെയ്തുള്ളൂ. പിന്നെ ആദ്യം അപ്പും ഫേബിയൊക്കെ ഞാനൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫിലിപ്പൈൻസിലേക്ക് പോകുന്നു. ഇനി നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾ ഫിലിപ്പൈൻസ് എന്നുള്ള നല്ല സൂപ്പർ വീഡിയോസ് കണ്ടു തുടങ്ങും. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം, ലക്ഷദ്വീപ് എന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിറയെ കമൻസ് ആണ് കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ മുടി വളർത്തിയാണ് പ്രശ്നം. കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കമന്റ്സിൽ യാതൊരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അത് കണ്ടിന്യൂ ചെയ്തോളൂ, അത് ഐ ഡോണ്ട് കെയർ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളോട് ഈ കമന്റ് പറയുന്ന അതേ രീതിയിൽ അയ്യേ എന്ത് കോലാതെന്ന് അങ്ങനെ തന്നെ കേട്ടോ, അയ്യേ എന്നൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ അങ്ങനത്തെ എന്തോ ഒരു വൃത്തികെട്ട സാധനം കാണുന്നത് പോലെ കമന്റ് ഉണ്ട്. അത് കമന്റ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത് അവിടെ കടന്നോട്ടെ. പക്ഷെ അത് അതേപോലെ തന്നെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ആൾക്കാർ പറയും. നമ്മളെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ പറയും, അയൽവാസികളാണോ അല്ലെങ്കിൽ ആ നാട്ടുകാരോ ഒക്കെ പറയും, വേറെ എവിടെ നിന്ന് വരുന്ന ആൾക്കാർ മൊത്തം. ഞാനും ആദ്യമൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലേക്കാരും വരുമ്പോഴൊക്കെ അയ്യേ എന്ത് കോലായി കുട്ടിൻ്റെ, ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും. ദയവ് ചെയ്ത് ചെയ്യരുത്, എൻ്റെ മോൻ്റെ മുഖത്ത് നോക്കി ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാളെ കാണുമ്പോഴോ ഒരു കുട്ടീനെ കാണുമ്പോഴോ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരാളെ കാണുമ്പോൾ അയാളുടെ അപ്പിയറൻസ്, അയാളുടെ മുടി, അയാളുടെ നിറം, അയാളുടെ ഡ്രസ്സ്, ഇതൊക്കെ ഒന്നും വെച്ചിട്ട് ഒരു മനുഷ്യന് അയ്യേ എന്ന് പറയരുത്, ദയവ് ഇത് പറയരുത്. അതുണ്ടാക്കുന്ന ആഘാതം, അയാളിൽ ഉണ്ടാക്കുന്ന ആഘാതം ഒരുപക്ഷെ വളരെ വലുതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിറത്തിന് വെച്ചിട്ട് ആളുകൾ എന്നെ കളിയാക്കുന്ന സമയത്ത് എനിക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത പ്രായത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന വിഷമം ഭയങ്കര വലുതാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് എനിക്കത് ഓക്കെയാണ്. എനിക്ക് ഇപ്പോഴും കണ്ണു നിറയും അന്നുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈഫാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു പ്രശ്നം എനിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. പക്ഷേ ചെറിയ കുട്ടികൾ, അവർക്കതിപ്പോൾ മനസ്സിലാവില്ല. അത് അവർ ഭയങ്കരമായിട്ട് അവരെ ഹേർട്ട് ചെയ്യും, നിങ്ങൾ ഈ പറയുന്ന മോശം വാക്കുകൾ. എന്താണ് ഈ നല്ല കോലം എന്ന് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് നല്ല കോലത്തിൽ നടന്നുകൂടെ? നല്ല കോലം നിങ്ങളെ മനസ്സിൽ തീരുമാനിച്ചു വെച്ച ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ഒരു ടൈപ്പ് ഓഫ് അപ്പിയറൻസ്, ഒരു നിശ്ചിത തടി, ഒരു നിശ്ചിത നീളം, പിന്നെ ഡ്രസ്സിന്റെ കളറ്, മുടിയുടെ വലിപ്പം, മുടിയുടെ നീളം, മുടി വെട്ടേണ്ട രീതി, മീശ വെക്കേണ്ട രീതി, താടിയുടെ ഷേപ്പ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലൊരു രൂപം പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ മറ്റുള്ളവരും ആവണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഓരോരുത്തർക്കും നല്ല കോലം അവരവർ തീരുമാനിക്കുന്നതായിരിക്കും.
അവൻ അവൻ്റെ നല്ല കോലത്തിൽ നടക്കുന്നു, നീ നിന്റെ നല്ല കോലത്തിൽ നടക്കുക, ഞാൻ എൻ്റെ നല്ല കോലത്തിൽ നടക്കുക. അതുകൊണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ നല്ല കോലത്തിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. ഈ ഒരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നത്. ആദ്യൻ്റെ മുടിയെ കുറിച്ച് കമൻറ്റ് നിറയെ വന്നപ്പോഴാണ് ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം കറുത്ത നിറമുള്ള ആൾക്കാരൊക്കെ സൊസൈറ്റിയിൽ കാര്യമായിട്ട് ഉയർന്നു വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും കേട്ടോ. അല്ലാത്തവർ ഹാർഡ് വർക്ക് ചെയ്യാതെ കയറി വരും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഇവർക്ക് കിട്ടുന്ന അടി ഭയങ്കര ഭീകരമാണ് നമ്മുടെ നാട്ടിലെല്ലാം. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത നിറം. കണ്ടിട്ടില്ലേ ഒരു കുട്ടീനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ പോയി കണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത് നല്ല നിറണ്ട് എന്നാണ് പറയാം. നല്ല നിറണ്ടെന്ന് എന്ത് നിറം ഞാൻ ചോദിക്കും. ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് പറയുന്ന ആൾക്കാരോട് ചോദിക്കാറുണ്ട്, അല്ല നല്ല നിറണ്ട് എന്നല്ല എന്ത് നിറാന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്കും നല്ല നിറണ്ട് എന്ന് പറയും. ഞാൻ നല്ല ചോക്ലേറ്റിൻ്റെ നിറണ്ട് എന്ന് പറയും. ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പോൾ പല കാര്യങ്ങളും. അപ്പോൾ ഫെബിൻ്റെ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്ക് കുത്തുന്നത്. എനിക്ക് യാതൊരു തരത്തിലുള്ള ആഭരണങ്ങൾ ഇടുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. മീൻസ് ഫെബിക്ക് ഇഷ്ടമാണെങ്കിൽ എന്തോ ഇട്ടോട്ടെ, ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. പക്ഷെ എൻ്റെ ഇഷ്ടം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു തരം ആഭരണങ്ങളോടൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമുള്ളത് കുറച്ച് ഈ നമ്മുടെ ഫാൻസി സാധനങ്ങളുണ്ടല്ലോ, സ്വർണ്ണം അല്ലാത്ത സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫെബിനോട് പറയും, ഫെബി നമുക്ക് മൂക്കുത്തി എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്താലോ എന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഫെബിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മാത്രം. അപ്പോൾ ഫെബിക്ക് ഇഷ്ടമാണ്, പക്ഷെ പേടിയായിരുന്നു തുടക്കത്തിലൊക്കെ. മൂക്ക് കുത്തി കഴിഞ്ഞാൽ പഴുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഘട്ടത്തിൽ ഒരു ജ്വല്ലറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഫെബിയെ മൂക്ക് കുത്തണം ചോദിച്ചപ്പോൾ ഫെബി എന്ന് പറഞ്ഞു. അങ്ങനെ പോയാണ്ട് ആ തീരുമാനം മാറുന്നതിന് മുമ്പ് ഞങ്ങളത് ചെയ്തു. പിന്നെ നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് മുസ്ലിങ്ങൾക്ക് മൂക്ക് കുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. ഒരു ഇത്ത വന്നിട്ട് ഇങ്ങനെ അവർക്ക് കൊട്ടപ്പള്ള എൻ്റെ വീടിൻ്റെ ആ സ്ഥലത്ത് തന്നെ വന്നിട്ട് അവർക്ക് പറഞ്ഞു, ഈ മൂക്കുത്തിക്കത് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ. ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ താത്തേനടുത്ത് പറഞ്ഞു, താത്ത ആക്ച്വലി ഞങ്ങൾ കാത് കുത്താൻ വേണ്ടി പോയതാണ്. പക്ഷെ കുത്തിയപ്പോൾ ആ കുത്തിയ ആൾക്ക് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, മൂക്കായി പോയി. പിന്നെ ഇപ്പോൾ എവിടെ ഏതായാലും ഒരു ഹോളായല്ലോ, അപ്പോൾ അവിടെ ഒരു സാധനം ഇട്ടു എന്നുള്ളൂ, കാര്യമാക്കണ്ടെന്നുകൊണ്ട്. താത്തക്ക് മനസ്സിലായോ ഇല്ലേ എനിക്കറിയില്ല. അതിന് മാത്രം ബുദ്ധി ഉണ്ടെങ്കിൽ താത്ത അങ്ങനെ പറയില്ല. ഒരു പക്ഷേ മനസ്സിലായി കാണില്ല, ശരിക്കും ധരിച്ച് കാണും. അങ്ങനെ പുള്ളിക്കാരി പോയി എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ മറ്റൊരാളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് ഇടപെടാതിരിക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫിലിപ്പൈൻസിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സംസ്കാര സമ്പന്നരാണ് ഫിലിപ്പൈൻസ്. നമ്മുടെ നാട്ടിൽ ഫിലിപ്പൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് ഭയങ്കര മോശ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും ഈ ഫിലിപ്പൈൻസ് ജനതയെ കുറിച്ചിട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 ദിവസമായി. നിങ്ങളിവിടെ വന്നിട്ട് ഇവരുമായിട്ട് ഇടപെട്ടിട്ട് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഇവരിൽ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ സോഷ്യലി ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ അത് ഭയങ്കര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മറ്റുള്ളവനോട് അപരനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവൻ്റെ സ്പേസ് തിരിച്ചറിഞ്ഞ് അത് അവൻ അനുവദിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ജസ്റ്റ് 2-3 ദിവസം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. കാരണം അത്രയും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മളും ഇവരും തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഞാൻ പറഞ്ഞു തന്ന കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. ഈ നിറത്തിൻ്റെ കാര്യം, എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ചെറിയ കുട്ടികൾക്ക് പോലും ഈ നിറം, കറുത്ത തൊലിയുടെ നിറം ഭയങ്കര മോശമായിട്ടുള്ള ആണെന്നുള്ളത് ഈ കുട്ടികളിൽ പോലും ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നത് എനിക്കറിയില്ല കേട്ടോ. ഈ നിറവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും നിൽക്കുമ്പോൾ കുട്ടികൾക്കുള്ള സമയത്ത് ഇങ്ങനെ സംസാരം വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് കേട്ടോ, വളരെ ചെറിയ കുട്ടിയായ സമയത്ത് ആദ്യമൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വരും. ആദിബ എന്നാണ് അവൻ എന്നെ വിളിക്കുന്നത്. ആദിബ വെളുത്തിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പോലും ഈ കറുപ്പ് മോശമാണെന്ന് അവന്റെ മനസ്സിൽ അത് ഓൾറെഡി പതിഞ്ഞു കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അവന് 12 വയസ്സായി. ഇപ്പോഴല്ല, കുറെ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അവൻ എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി വരും, ഞാൻ വെളുത്തിട്ടാണെന്ന് എന്താ പറയുക സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും മറ്റുള്ളവർക്കിടയിൽ. അപ്പൊ ഞാൻ അതിനെ വിളിച്ചിട്ട് പറയും, ആദി പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിപ്പോ കറുത്തിട്ടാണ്, അത് അംഗീകരിക്കല്ലേ, അത് സത്യമല്ലേ, അതിനകത്ത് എന്താ മോശം? ഇപ്പോ എന്നിട്ട് പിന്നെ അതിനകത്ത് മോശമില്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവന്റെ അന്ന് കബാലി സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് അവന് രജനീകാന്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവന് രജനീകാന്ത് നോക്കിയേ, ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും രജനീകാന്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം കറുത്തിട്ടല്ലേ, കറുത്ത കളറിന് എന്താ പ്രശ്നം? ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഞാൻ ഇവനെ ഈ കറുപ്പ് മോശം സംഭവം അല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവന് മുടി ഇപ്പോൾ വളർത്തിയൊന്നല്ല, കുറച്ച് മുമ്പേ ആദ്യം മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത്
മദ്രസയിൽ നിന്ന് നേരത്തെ പഠിച്ചിരുന്ന മദ്രസയിൽ നിന്ന് അവരുടെ അടുത്ത് മുടി വെട്ടിയിട്ട് വരണം എന്നൊക്കെ നിർബന്ധം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് സമയത്ത് അവരങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെട്ടാൻ പോകേണ്ടി പോയില്ല, കാരണം അത് അവരല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം കൊണ്ടാണ്. ഇപ്പൊ ഈ അടുത്ത് സ്കൂളിൽ നിന്ന് അങ്ങനെ ചോദ്യം വന്നു. പക്ഷെ സ്കൂളുകാർ പറഞ്ഞത് നിങ്ങളത് ഒരു സമ്മതപത്രം എഴുതി കൊടുത്താൽ മാത്രം മതി, പാരന്റ്സിന്റെ സമ്മതത്തോടെയാണ് വളർത്തുന്നത്, ജസ്റ്റ് ഒന്ന് ഒരു എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ മുമ്പ് വളർത്തി തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ആദ്യം ഇത് വെട്ടിക്കളയാന്നുള്ളൊരു ഇത് തോന്നിയിരുന്നു. കാരണം കുട്ടിക്ക് ഇത് ഭയങ്കര മോശം കാര്യമായി തോന്നുക. കാണുന്നവരല്ല ഇതെന്താ പെൺകുട്ടികളെ പോലെ എന്ത് കോലാതെ, എനിക്ക് ഈ കോലെന്നില്ല വാക്ക് കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇനി വേറെന്ത് പറയാനാണ്. അപ്പോൾ ഇങ്ങനെ കേട്ട് ആദ്യക്ക് ഇത് വെട്ടിക്കളയാൻ തോന്നി ഒരു സമയത്ത്, ഭയങ്കര വിഷമമായിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ അതും ഞാൻ അവന് ഇഷ്ടമുണ്ടായിട്ട് പോലും ആളുകൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവൻ വെട്ടണ്ടെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ മുടി വളർത്തിയിട്ട് സൊസൈറ്റിയിൽ വലിയ ആൾക്കാരായിട്ടില്ല, അവരുടെ ഹീറോസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ മോഹൻലാൽ ചില സിനിമയിലൊക്കെ മുടി വളർത്തിയിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവനത് ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും കാണിച്ചു കൊടുത്തിട്ടും ഒക്കെ ഇങ്ങനെ കണ്ടോ, ഇതൊക്കെ ആൾക്കാർ വെറുതെ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇത് കണ്ടോ, ഇവരൊക്കെ ഇങ്ങനെയല്ലേ മുടി വളർത്തിയിട്ടല്ലേ, നല്ലതല്ലേ, നല്ല രസമല്ലേ കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സമാധാനിപ്പിച്ചിട്ടാണ് അതങ്ങനെ നിർത്തിയത്. ഇപ്പൊ അവന് ആരൊക്കെ പറഞ്ഞാലും വലിയ പ്രശ്നം ഇല്ലാന്നൊക്കെ തോന്നുന്നു. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കാറുള്ള കാര്യമാണ്. ആരെങ്കിലും വീട്ടിൽ വന്ന് കയറുമ്പോൾ പറയും അയ്യേ ഇത് എന്ത് മതി. എന്തായാലും ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം കമന്റിൽ അതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ മീൻസ് ആ കമന്റ് ഇട്ട ആൾക്കാർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ. പിന്നെ അതായത് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഒരാളെങ്കിൽ ഒരാള് ഇനി മറ്റൊരാളെ കാണുമ്പോൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ തീരുമാനിച്ചു വെച്ച ഒരു രൂപത്തിലല്ല അയാള് എന്നതുകൊണ്ട് അയാളെ മോശമാക്കി മനസ്സിൽ വിചാരിക്കേ അയാളോട് പറയേ ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് അയാളെ പാട്ടിന് വിടുക. ഓരോ ആൾക്കാർക്കും ഇവിടെ മറ്റൊരാളെ ഉപദ്രവിക്കാതെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അവരത് അങ്ങനെ ജീവിക്കട്ടെ. അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാറി നിൽക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വരാത്ത കാലത്തോളം നിങ്ങൾക്ക് അതിനകത്തും ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത്രയുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അടുത്ത ദിവസം മുതൽ നമ്മൾ എന്താ പറയുക ഫിലിപ്പൈൻസ് എന്നുള്ള വീഡിയോസ് കാണും. അപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ കുറച്ച് വീഡിയോസ് നമ്മൾ ഈ ഇവിടെയൊക്കെ മനിലയിലൊക്കെ തന്നെ കറങ്ങുകയാണ്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് റിമോട്ടായിട്ടുള്ള പ്രോവിൻസുകളിലേക്കൊക്കെ പോകാനുള്ള പ്ലാനുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ എന്താ പറയുക ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ഷൂട്ട് ചെയ്തു. അടിപൊളി മീൻസ് മനുഷ്യൻ്റെ ഒരു ഗതികേടിൻ്റെ ഒരു നേർചിത്രമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ അങ്ങനെ വേറെ ഒന്നും പറയാനില്ല. ടാറ്റാ, ബൈ.